ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് നേപ്പാൾ എന്ന നമ്മുടെ അയൽരാജ്യം കടന്നു പോകുന്നത്. മഴക്കെടുതിയിലും മറ്റും ഇതുവരെ 47 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നേപ്പാൾ അതിർത്തിക്ക് സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ മഹാകെടുതി അനുഭവിക്കുകയാണ്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി വലിയ സഹായം നേപ്പാളിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റോഡുകൾ തടസ്സപ്പെടുന്നു, പാലങ്ങൾ ഒലിച്ചു പോകുന്നു. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള കിഴക്കൻ ഇലാം ജില്ലയിലെ വിവിധയിടങ്ങളിൽ 35-ലധികം മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നിരവധി ആളുകളെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല, ഇടിമിന്നലുണ്ട്. നേപ്പാൾ സൈന്യവും നേപ്പാൾ പോലീസും APF ഉദ്യോഗസ്ഥരുമൊക്കെ രക്ഷാപ്രവർത്തനം തുടരുന്ന പശ്ചാത്തലം ഉണ്ട്. ഇതിനിടയിലാണ് നമുക്കറിയാം, പർവ്വതാരോഹകരുടെ, സാഹസിക ഇഷ്ടപ്പെടുന്നവരുടെ, ട്രക്കിങ്ങിനും മറ്റും പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് എവറസ്റ്റ് കൊടുമുടി. അവിടെയുണ്ടായ ശക്തമായ ഹിമപാതത്തെ തുടർന്ന് ടിബറ്റിനോട് ചേർന്ന കിഴക്കൻ ചരിവിൽ ഏതാണ്ട് 1000-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇവരിൽ 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ബേസ് ക്യാമ്പിലേക്ക്, സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇപ്പോഴും വലിയ തോതിലുള്ള ആശങ്കാകുലരായി അവിടെ കഴിയുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ കനത്ത മഞ്ഞുവീഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ. അവിടെ പല ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഈ ക്യാമ്പ് സൈറ്റുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇവിടെ പ്രവേശനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4900 മീറ്റർ 16,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തേക്കുള്ള പാതകളിലെ മഞ്ഞ് നീക്കം ചെയ്യാനായി 100 കണക്കിന് രക്ഷാപ്രവർത്തകരെയും പ്രദേശവാസികളെയും വിന്യസിച്ചു എന്നാണ് നേപ്പാൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഇതുവരെ 350ഓളം ട്രക്കർമാർ കുഡാങ്ങിലെ ടൗൺഷിപ്പിൽ സുരക്ഷിതമായി എത്തി എന്നൊക്കെയുള്ള വിവരമുണ്ട്. ബാക്കിയുള്ള 500-ലധികം ആളുകളുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള കഠിന ശ്രമം നടത്തുന്നതായാണ് ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, ചൈനയിൽ 8 ദിവസം ദേശീയ അവധിയായതിനാൽ എവറസ്റ്റിൻ്റെ താഴ്വരയിലേക്ക് 100 കണക്കിന് സന്ദർശകർ, അതായത് സന്ദർശകരുടെ എണ്ണം സാധാരണ ഈ സമയത്ത് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ മോശം കാലാവസ്ഥ വില്ലനായത്. വെള്ളിയാഴ്ച വൈകുന്നേരം മഞ്ഞുവീഴ്ച ആരംഭിച്ചു അവിടെ. ശനിയാഴ്ച മുഴുവൻ അതിശക്തമായ മഞ്ഞുവീഴ്ച അവിടെ അനുഭവപ്പെട്ടു. ടിൻഗ്രി കൗണ്ടി ടൂറിസം കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ടൂറിസം കമ്പനികളുണ്ട്. അതിൽ ഒഫീഷ്യലായി ഇപ്പോൾ ചില വിവരങ്ങൾ കൈമാറുന്നത് ടിൻഗ്രി കൗണ്ടി എന്ന ഒരു കമ്പനിയാണ്. അവർ പറയുന്നത് ഈ ശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ കാരണമായത്. എവറസ്റ്റ് സീനിക് ഏരിയയിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയും പ്രവേശനവും മറ്റും പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എവറസ്റ്റിൻ്റെ വടക്കൻ ഭാഗത്ത് ട്രക്കിംഗ് നടത്തുന്നവരെ ഹിമപാതം ബാധിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പ്രദേശത്തൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. അതിനാൽ പതിവായി നിരവധി വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാറുണ്ട്. ഇന്ത്യൻ മൺസൂൺ അവസാനിക്കുന്ന ഒക്ടോബർ മാസം ഈ സഞ്ചാരികളുടെ ഒരു പീക്ക് സീസൺ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. എവറസ്റ്റിൻ്റെ കിഴക്കൻ മുഖത്തേക്ക് പോകുന്ന ഈ കർമ്മ താഴ്വരയൊക്കെ ഉണ്ട്. അവിടെയും അതിശക്തമായ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. മിക്ക ഈ പർവ്വതാരോഹരും ഈ വടക്കൻ മുഖമാണ്. കാരണം എവറസ്റ്റിലേക്ക് കയറാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വടക്കൻ മുഖം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വടക്കൻ മുഖത്തുകൂടിയാണ് ആളുകൾ പലരും അങ്ങോട്ട് ട്രക്കിംഗ് നടത്തുന്നവരൊക്കെ കയറുന്നത്. അവിടെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ട്. റോഡുകളും നടപ്പാതകളും തടസ്സപ്പെട്ടു. മുകളിലേക്ക് കയറിയവർക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത തരത്തിൽ പലരും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഈ ചെരിവുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ടിബറ്റിലെ ബ്ലൂ സ്കൈ റെസ്ക്യൂ ടീമിന് അടക്കം ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ടെൻറ്റുകൾ തകർന്നു എന്ന വിവരമുണ്ട്. ചിലർ ഇതുമായി ബന്ധപ്പെട്ട ചില അസുഖബാധിതരാണ് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ള വിവരമാണ് ഇവർ കൈമാറുന്നത്. എവറസ്റ്റ് ഒട്ടും കാണാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. 10-ലധികം ആളുകൾ ഒരു ടെൻറ്റിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ടെൻറ്റുകളിലൊക്കെ 10-ഓളം ആളുകൾ കിടക്കാൻ സാധിക്കുന്ന സ്ഥലമാണ്. അവിടെ ഉറങ്ങാൻ പോലും പറ്റാത്ത പശ്ചാത്തലത്തിലാണ് തങ്ങളിൽ പലരുമെന്നാണ് ഈ രക്ഷാസംഘത്തിന് നൽകുന്ന ഫോൺ കോളുകളിലൊക്കെ ഇവർ വ്യക്തമാക്കുന്നത്. ഓരോ 10 മിനിറ്റിലും ഈ മഞ്ഞ് വല്ലാതെ നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അത്രത്തോളം മഞ്ഞ് ഇങ്ങനെ ടെൻറ്റുകൾക്ക് മുകളിൽ വ്യാപിക്കുകയാണ്. ടെൻറ്റുകൾ തകരും എന്നാണ് രക്ഷാപ്രവർത്തകരോട് ഈ കുടുങ്ങിയ ആളുകൾ പലരും അറിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദയനീയമായ അവസ്ഥകളിലൂടെയാണ് പല ട്രക്കർ
ട്രക്കർമാരും പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഉണ്ട്. ഈ വർഷത്തെ കാലാവസ്ഥ അത്ര സാധാരണമല്ല, എപ്പോഴും ഉള്ളതുപോലെയല്ല. ഈ സമയത്ത് ഇത്തരമൊരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ഈ രക്ഷാപ്രവർത്തകരും ട്രക്കർമാരും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ സമയം കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്, അപ്രതീക്ഷിതമായിരുന്നു ഈ കാര്യം. പരിചയസമ്പന്നരായ ട്രക്കർമാരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ ഈ പരിചയ സമ്പന്നത പോലും അവർക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരിൽ പലരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ശനിയാഴ്ച മുതൽ ഈ കാൽനട യാത്രക്കാരെയും അവരുടെ ഗൈഡുകളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇവരുടെ കുടുംബവുമായൊക്കെ പലർക്കും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഈ ട്രക്കിങ്ങിന് പോയ ആളുകളുടെ കുടുംബം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഏതാണ്ട് 200ഓളം ആളുകളുമായി മാത്രമാണ് ബന്ധപ്പെടാൻ സാധിച്ചത്. ഈ കുടുങ്ങിക്കിടക്കുന്നവരിൽ 300ഓളം ആളുകളെ താഴെ ബേസ് ക്യാമ്പിൽ എത്തിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നുണ്ട്. ഗ്രാമവാസികളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ടിബറ്റിലെ പ്രാദേശിക സർക്കാരൊക്കെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുകയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പാതകളാണ്, അവിടെ തുറക്കാനായിട്ട് യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് അയക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ട്. കുറേയൊക്കെ ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഗൈഡുകളും പ്രാദേശികമായ ആളുകളെയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ ചില കുടുംബാംഗങ്ങളുമായൊക്കെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ കുടുങ്ങിക്കിടക്കുന്നവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഉറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടാകുമോ എന്നുള്ള പേടിയുമൊക്കെയാണ്. ഇതിനിടയിൽ എവറസ്റ്റിൻ്റെ ചരിവുകളിലൊക്കെ ഇപ്പോഴും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മഞ്ഞുവീഴ്ച ഇപ്പോഴും തുടരുകയാണ് എന്നാണ്. നമുക്കറിയാം, ഈ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആകെ ഏതാണ്ട് ഇതുവരെ 300-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഹിമപാതങ്ങളോ വീഴ്ചകളോ ഒക്കെ മൂലമാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത്. ഈ പലതരത്തിലുള്ള രോഗങ്ങളും മരണങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന വിവരമൊക്കെ ഉണ്ട്. ഇതിന് കൃത്യമായ പരിശീലനത്തിലൂടെയാണ് നമുക്കറിയാം ഈ എവറസ്റ്റ് കയറാനും ട്രക്കിങ്ങിനും മറ്റും ആളുകൾ പോകുന്നത്. ഈ മരണപ്പെട്ട പല ആളുകളുടെയും മൃതദേഹം പോലും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് 200ഓളം ആളുകളുടെ മൃതദേഹം കിട്ടാത്ത അവസ്ഥ പോലും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനോടുള്ള ഒരു ക്രേസ് കൊണ്ട്, ഒരു താല്പര്യം കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നേപ്പാൾ വലിയ കനത്ത മോശം കാലാവസ്ഥയിൽ ബുദ്ധിമുട്ടുകയാണ്. നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പല റോഡുകളും തടസ്സപ്പെട്ടിരിക്കുന്നു. വിമാന സർവീസുകൾ പൂർണ്ണമായും ഇല്ലാതായ പശ്ചാത്തലമുണ്ട്. തെക്കിഴക്കൻ ഭാഗത്തുള്ള കോശി പ്രവിശ്യയിൽ മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു. തുടർന്ന് ഈ മരിച്ചവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിവരമൊന്നും ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നേപ്പാൾ കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് ഇത്തരം അധികം പർവ്വതാരോഹകർ വലിയ തോതിൽ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ദുഃഖകരമായ വിവരം കൂടി പുറത്തു വരുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.